നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലമ്പുഴ ഡാം തുറന്നു. ഡാമിലെ 4 ഷട്ടറുകൾ 3 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത്. നടപടി റൂൾ കർവ് അനുസരിച്ച് ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി. മുക്കൈ, കൽപ്പാത്തി, ഭാരതപ്പുഴ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം. ഒറ്റപ്പാലം നഗരസഭയിലെ വരോട് 4-ാം മൈലിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ക്വാറിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് CPM പ്രതിഷേധം. പ്രതിഷേധ ധർണ CPM വരോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. ക്വാറി പ്രവർത്തനം അവസാനിപ്പിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് മുന്നറിയിപ്പുമായി പ്രവർത്തകർ. തൃശൂർ ജില്ലയിലെ പൂട്ടിക്കിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിവന്ന പ്രതി അറസ്റ്റിൽ. പിടിയിലായത് പുതുക്കാട് സ്വദേശി 40 വയസ്സുള്ള വിനോദ്. പ്രതിക്കെതിരെ തൃശൂർ, എറണാകുളം ജില്ലകളിലെ വിവിധ സ്റ്റേഷനുകളിലായി ഉള്ളത് 10-ലധികം കേസുകൾ. തൃശൂർ ആമ്പലൂർ ഭുവനേശ്വരി നമ്പൂരിച്ചൻ ക്ഷേത്രത്തിൽ മോഷണം. 50,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. മലമ്പുഴ ഡാമിലെ 4 ഷട്ടറുകൾ തുറന്നു. ഡാമിലെ ജലനിരപ്പ് 112.99 മീറ്ററായി ഉയർന്നതോടെയാണ് ഷട്ടറുകൾ 3 സെന്റിമീറ്റർ വീതം തുറന്നത്. ചെറിയ തോതിലാണ് വെള്ളം തുറന്നുവിടുന്നതെങ്കിലും മുക്കൈ, കൽപ്പാത്തി, ഭാരതപ്പുഴ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. റൂൾ കർവ് അനുസരിച്ചുള്ള പരമാവധി ജലനിരപ്പെത്തിയതോടെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ ചെറിയ തോതിൽ തുറന്നത്. മലമ്പുഴ അണക്കെട്ടിന്റെ നിലവിലെ റൂൾ കർവ് അനുസരിച്ചുള്ള ജലനിരപ്പ് 112.99 മീറ്ററും സംഭരണശേഷി 175.9718 mm. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി തുറന്നുവിടേണ്ട വെള്ളത്തിന്റെ ഒരു ഭാഗം KSEBയുടെ പവർ ജനറേഷന് വൈദ്യുതി ഉൽപാദനത്തിനായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. തുറന്നുവിടുന്ന വെള്ളം പൂർണ്ണമായും പുഴയിലേക്കാണ് ഒഴുക്കുന്നത്. മഴ പെയ്യാതിരിക്കുന്ന സാഹചര്യമുണ്ടായാൽ ഈ മാസം 11-ന് തന്നെ ഷട്ടറുകൾ താഴ്ത്തും. പ്രളയ സാഹചര്യം ഒഴിവാക്കാനാണ് റൂൾ കർവ് തയ്യാറാക്കി ഡാം തുറന്നുവിട്ടത്. കുടിവെള്ളത്തിന് മലമ്പുഴ ഡാമിനെ ആശ്രയിച്ച് കൃഷി നടത്തുന്ന 20,000 ഹെക്ടർ കൃഷിക്കും വെള്ളം കരുതി വയ്ക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം നഗരസഭയിലെ വരോട് 4-ാം മൈലിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ക്വാറിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CPIM വരോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പ്രതിഷേധ ധർണ CPIM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് ഓരോ ആളുകളുടെയും ഉത്തരവാദിത്തമാണ്. പ്രകൃതി ഇല്ലെങ്കിൽ ഇന്ന് മനുഷ്യ സമൂഹം ഉണ്ടാവില്ല. ഇത് രണ്ടും അനുബന്ധമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് സർക്കാരുകൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിയമ നടപടികൾ, അതിനാവശ്യമായ വകുപ്പുകളെല്ലാം തന്നെ രൂപീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക. വരോട് 4-ാം മൈലിൽ പ്രവർത്തിക്കുന്ന ഡാർക്ക് സ്റ്റോൺ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്വകാര്യ ക്വാറി അടച്ചുപൂട്ടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. പ്രതിഷേധ ധർണയിൽ നഗരസഭാ കൗൺസിലർ M. അക്ബർ അലി അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി PC. സോമൻ, ലോക്കൽ കമ്മിറ്റി അംഗം IM. സതീശൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ K. അബ്ദുൽ നാസർ, T. ലത, കൗൺസിലർമാരായ T. സബിത, K. സുരേഷ് കുമാർ, അനങ്ങനടി പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാരായ CP. ശശി, K. റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രമുഖ ഇലത്താളം കലാകാരൻ ചേലക്കര ജയൻ കുഴഞ്ഞു വീണു മരിച്ചു. ചേലക്കര വെങ്ങാനെല്ലൂർ മഹാശിവക്ഷേത്രത്തിൽ നടന്ന ശ്രീമദ് ഭാഗവത സപ്താഹത്തിൽ പങ്കെടുക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വ്യാഴാഴ്ച രാവിലെ 8:10 ക്ഷേത്രത്തിലെ യജ്ഞവേദിയിൽ യജ്ഞത്തിന് ആവശ്യമായുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിനിടെയായിരുന്നു ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതും തുടർന്ന് മരണത്തിന് കീഴടങ്ങിയതും. കഴിഞ്ഞ 50 വർഷക്കാലമായി വിവിധ പൂരങ്ങളിൽ പ്രമാണിത്വം വഹിച്ച കലാകാരൻ കൂടിയാണ് ചേലക്കര ജയൻ. നിരവധി വർഷങ്ങളിലായി തൃശൂർ പൂരം, ആറാട്ടുപുഴ പൂരം, ഗുരുവായൂർ ഉത്സവം, നെന്മാറ വല്ലങ്ങിവേല എന്നിങ്ങനെ നിരവധി ഉത്സവങ്ങളിൽ പ്രധാന സാന്നിധ്യം വഹിച്ചിരുന്നു. പ്രശസ്ത ഇലത്താള കലാകാരൻ ചേലക്കര ഉണ്ണികൃഷ്ണൻ നായരുടെ ശിഷ്യൻ കൂടിയാണ് ചേലക്കര വെങ്ങാനല്ലൂർ കണ്ടത്ത് വീട്ടിൽ 64 വയസ്സുകാരനായ ജയൻ. ജയന്റെ സംസ്കാര ചടങ്ങുകൾ വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിയോടെ തിരുവിലാമല അയ്യർമഠത്തിൽ വെച്ച് നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.
ദേശീയ ജലപാത വികസനത്തിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിലെ ആദ്യത്തെ ബോട്ട് ജെട്ടി നിർമ്മാണം കയ്പമംഗലത്ത് കനോലി കനാലിന്റെ തീരത്ത് ആരംഭിച്ചു. പെരിഞ്ഞനം കയ്പമംഗലം പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ കാക്കാത്തുരുത്തി പാലത്തിന് സമീപമാണ് ബോട്ട് ജെട്ടി നിർമ്മിക്കുന്നത്. കയ്പമംഗലം പെരിഞ്ഞനം പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ കനോലി കനാലിന്റെ പഴയ കടവിലാണ് ബോട്ട് ജെട്ടി നിർമ്മിക്കുന്നത്. പണ്ടുകാലത്ത് ഇവിടെയാണ് വഞ്ചികൾ അടുത്തിരുന്നത്. കോട്ടപ്പുറം, കണ്ടശംകടവ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ചരക്കുകൾ കൊണ്ടുവന്നിരുന്നതും കൊണ്ടുപോയിരുന്നതുമെല്ലാം ഈ കടവ് വഴിയാണ്. ദേശീയ ജലപാത വികസനത്തിന്റെ ഭാഗമായി ജില്ലയിൽ തൃപ്രയാർ, ഏനാമാവ്, കയ്പമംഗലം എന്നിവിടങ്ങളിലായി 3 ബോട്ട് ജെട്ടികളാണ് നിർമ്മിക്കുന്നത്. ഇതിൽ ആദ്യത്തെ നിർമ്മാണമാണ് കയ്പമംഗലത്ത് ആരംഭിച്ചിരിക്കുന്നത്. 15 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള ബോട്ട് ജെട്ടിയാണ് നിർമ്മിക്കുന്നത്. ഇതോട് ചേർന്ന് 40 മീറ്റർ നീളത്തിൽ സംരക്ഷണ ഭിത്തിയും നിർമ്മിക്കുന്നുണ്ട്. 90 ലക്ഷം രൂപയാണ് പദ്ധതി തുക. ഇറിഗേഷൻ വകുപ്പിനാണ് നിർമ്മാണ ചുമതല. 6 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ET ടൈസൺ MLA പറഞ്ഞു. അവിടെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ജലഗതാഗതത്തിന് ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് മറ്റു വസ്തുക്കൾ, ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ളത് നമ്മുടെ ഒരു മാർക്കറ്റിൽ നിന്ന് മറ്റു മാർക്കറ്റിലേക്ക് പോകാൻ കഴിയുന്ന തരത്തിലേക്ക് വികസിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ജില്ലയിൽ 3 ബോട്ട് അടുക്കുന്ന കേന്ദ്രങ്ങൾ, ചരക്കെടുക്കുന്ന കേന്ദ്രങ്ങൾ നിർമ്മിക്കണമെന്നാണ് തീരുമാനിക്കപ്പെട്ടുള്ളത്. അതിൽ ആദ്യത്തെ കേന്ദ്രത്തിൻ്റെ പണിയാണ് ഇപ്പോൾ കയ്പമംഗലം പെരിഞ്ഞനം പഞ്ചായത്തിൻ്റെ സംയുക്തമായി നടുവിലായി നമ്മൾ ബൗണ്ടറിയിലായി ഇപ്പോൾ ആരംഭിക്കുന്നത്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK സുകന്യ, പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വയനാടിന് കൈത്താങ്ങായി കർഷക സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷത്തോളം രൂപ സംഭാവന നൽകി. യൂണിറ്റുകളും വില്ലേജ് കമ്മിറ്റികളും സമാഹരിച്ച 9,65,000 രൂപ കർഷക സംഘം തൃശൂർ ജില്ലാ സെക്രട്ടറി AS കുട്ടി ഏറ്റുവാങ്ങി. ചടങ്ങിൽ സംസ്ഥാന കമ്മിറ്റി അംഗം KV സജു അധ്യക്ഷനായി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി സെബി ജോസഫ് പെല്ലിശ്ശേരി, ജില്ലാ വൈസ് പ്രസിഡന്റ് ഗീതാ ഗോപി, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TG ശങ്കരനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ ജില്ലയിലെ പൂട്ടിക്കിടക്കുന്ന വീടുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിവന്ന പ്രതി പിടിയിൽ. പുതുക്കാട് സ്വദേശി 40 വയസ്സുള്ള വിനോദാണ് അറസ്റ്റിലായത്. ഇരിഞ്ഞാലക്കുട DYSP KG സുരേഷ്, കാട്ടൂർ ഇൻസ്പെക്ടർ ER ബൈജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ജൂലൈ 23-ാം തീയതി പടിയൂർ പഞ്ചായത്തിന് സമീപമുള്ള വീടിന്റെ മുൻവാതിൽ കുത്തിത്തുറന്ന് മോഷണം നടത്തിയതും അരിപ്പാലത്ത് മറ്റൊരു വീട് കുത്തിത്തുറന്ന് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിലും നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ അറസ്റ്റിലായത്. ചൊവ്വാഴ്ച രാത്രി കൊടുങ്ങല്ലൂരിൽ നിന്നാണ് പ്രതിയെ സാഹസികമായി കസ്റ്റഡിയിലെടുത്തത്. ഇയാളുടെ സുഹൃത്തിനെ കാണാൻ എത്തിയപ്പോഴാണ് പോലീസിന്റെ കയ്യിലകപ്പെട്ടത്. കാട്ടൂർ 3-ഉം ഇരിങ്ങാലക്കുട 4-ഉം കൊടുങ്ങല്ലൂർ 2-ഉം മതിലകം, പറവൂർ, ചേർപ്പ് ഭാഗങ്ങളിൽ ഓരോ കേസുകളുമാണ് ഇയാളുടെ അറസ്റ്റോടെ തെളിഞ്ഞത്. കാട്ടൂർ ഇൻസ്പെക്ടർ ER ബൈജു, ക്രൈം ടീം അംഗങ്ങളായ സീനിയർ CPO CG ധനേഷ്, ES ജീവൻ, CPO KS ഉമേഷ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ ആമ്പല്ലൂർ ഭുവനേശ്വരി നമ്പൂരിച്ചൻ ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് മുന്നിലും നാഗരാജാവിന്റെ പ്രതിഷ്ഠയ്ക്ക് മുന്നിലും ഉണ്ടായിരുന്ന ഭണ്ഡാരങ്ങൾ തകർത്താണ് മോഷണം നടത്തിയിരിക്കുന്നത്. ബുധനാഴ്ച രാത്രിയായിരുന്നു സംഭവം. 3 മാസത്തെ ഭണ്ഡാരപ്പിരിവ് എടുത്തിട്ടില്ലെന്നും ഏകദേശം 50,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. രാത്രി 10 മണിക്ക് ശേഷമാണ്, 10 മണി വരെ ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു, അമ്പലത്തിൽ ആൾക്കാരുണ്ടായിരുന്നു. 10 മണിക്ക് ശേഷം നടന്നത്. ഒരു 10,000 വരെ അടുത്ത് നമ്മുടെ അമ്പലത്തിൽ നിന്ന് പോയി റിപ്പോർട്ടുണ്ടാക്കി. അത് കോഴിക്കോട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് വന്നിട്ട് അന്വേഷണം നടക്കുന്നുണ്ട്. എന്താ അറിയില്ല. ഈ ഭാഗത്ത് ഇങ്ങനെ കുറേ ഗ്രാമീണ വികസനയുടെ വിളയാട്ടം തുടങ്ങിയിട്ട് കുറച്ചുള്ള ആളായി. തൃശൂർ അകമല പട്ടാണിക്കാട് പ്രദേശത്ത് വീണ്ടും കാട്ടാന ഇറങ്ങി. പൂക്കുന്നത്ത് വീട്ടിൽ ബാബുവിന്റെ പുരയിടത്തിലും കൃഷിസ്ഥലത്തുമാണ് ഒറ്റയാൻ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. ആനയെയും മറ്റ് വന്യജീവികളെയും പ്രതിരോധിക്കാൻ തീർത്ത വേലിയും കാട്ടാന തകർത്തു. ഇടയ്ക്കിടെയുള്ള കാട്ടാന ശല്യത്താൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് അകമല നിവാസികൾ. പറമ്പിലെ പനയും മറ്റും കുത്തിമറിച്ച കാട്ടാനയെ വാച്ചർമാരും നാട്ടുകാരും ചേർന്ന് പടക്കം പൊട്ടിച്ചും പാട്ടകുട്ടിയും ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കാട് കയറ്റി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന വടക്കാഞ്ചേരി നഗരസഭയിലെ അകമല മാരാത്തുകുന്നിൽ ദുരന്ത നിവാരണ അതോറിറ്റി വിദഗ്ധർ പരിശോധന നടത്തി. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന നടന്നത്. പരിശോധനയിൽ ഹസാർഡ് ആൻഡ് റിസ്ക് അനലിസ്റ്റ് GS പ്രദീപ്, സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ H വിജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രദേശം സന്ദർശിച്ച് വിശദ പഠനം നടത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ അപകടാവസ്ഥയിലുള്ള 2 കുടുംബങ്ങൾ ഒഴികെ ബാക്കിയുള്ളവർക്ക് വസതിയിലേക്ക് തിരിച്ചു പോകാമെന്നും അതേസമയം 3 ദിവസത്തിനുള്ളിൽ 20 മുതൽ 25 സെന്റിമീറ്റർ വരെ മഴയുണ്ടായാൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറണമെന്നും നിർദ്ദേശിച്ചു.
2 കുടുംബങ്ങളുടെ പുനരധിവാസത്തിനുള്ള നടപടിക്രമങ്ങൾ ഉടനെ സ്വീകരിക്കും. ഇവർക്ക് വാടക വീടെടുത്ത് മാറി താമസിക്കുന്നതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതിനാൽ മുനിസിപ്പാലിറ്റിയുടെ തനത് ഫണ്ടിൽ നിന്നും വാടക തുക ചിലവഴിക്കുന്നതിന് അനുമതി നൽകാൻ തീരുമാനിച്ചു. മണ്ണിടിഞ്ഞു വീണ വസ്തുവിന് മുകളിലുള്ള ഉപയോഗശൂന്യമായ 2 കിണറുകൾ മൂടാനുള്ള നടപടി കൈക്കൊള്ളും. പ്രദേശത്തെ 2 കോൺക്രീറ്റ് റോഡുകളുടെ വശങ്ങളിൽ വെള്ളമൊഴുകി താഴേക്കെത്തുന്നതിന് ഓടകൾ നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കും. ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രദേശം സുസ്ഥിരമാക്കുന്നതിനു വേണ്ടി ലഘു നീർത്തടാധിഷ്ഠിത പദ്ധതികൾ നടപ്പിലാക്കാനും അതിനായി വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി അനുയോജ്യമായ ഏജൻസികളുടെ സഹായത്തോടെ DPR തയ്യാറാക്കി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് സമർപ്പിക്കുന്ന മുറയ്ക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഫണ്ടിൽ നിന്നും തുക ലഭ്യമാക്കുന്നതിനായി സർക്കാരിലേക്ക് സമർപ്പിക്കാനും തീരുമാനിച്ചു. പരിശോധനയിലും തുടർന്ന് കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വാർഡ് കൗൺസിലർ ബുഷ്ര റഷീദ്, തഹസിൽദാർ, വില്ലേജ് ഓഫീസർ, ഹസാർഡ് അനലിസ്റ്റ്, DM പ്ലാൻ കോർഡിനേറ്റർ, മണ്ണ് സംരക്ഷണ ഓഫീസർ, ഹൈഡ്രോളജിസ്റ്റ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് സഹായഹസ്തവുമായി തൃശൂർ അരിമ്പൂർ പഞ്ചായത്തിലെ കുടുംബശ്രീ CDS പ്രവർത്തകർ. പഞ്ചായത്തിൽ കുടുംബശ്രീ CDS വിഭാഗത്തിന്റെ ചുമതലയിൽ പ്രവർത്തനം ആരംഭിച്ച വനിതാ ക്യാൻറ്റീനിൽ ആദ്യ ദിവസം ലഭിച്ച വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും. അന്നേ ദിവസം ക്യാൻറ്റീനിൽ ലഭിച്ച വരുമാനവും ജോലിക്കാരുടെ ദിവസ വേതനവും അടക്കമാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നത്. ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയായ ഇന്ത്യൻ ഷോർട്ട് ഫിലിം സൊസൈറ്റിയുടെ പരിശീലന ആസ്വാദക ക്യാമ്പിന് തുടക്കമായി. മലമ്പുഴ ആർട്ട് ഗാലറിയിൽ ആരംഭിച്ച ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ കലാമേഖലകളിലൂടെ വെളിപ്പെടുത്തേണ്ടത് പുരോഗമനത്തിന്റെ രാഷ്ട്രീയമാണ്. അടുത്ത കാലത്ത് ചലച്ചിത്ര മേഖലയിലെ ചിലയിടത്തെങ്കിലും വെറുപ്പിന്റെയും വർഗീയതയുടെയും രാഷ്ട്രീയ പ്രസരമുണ്ടാവുന്നുണ്ട്. ആസ്വദിക്കാൻ കഴിയുന്നതോടൊപ്പം പുരോഗമന മനുഷ്യത്വ ചിന്തയിലേക്ക് തിരികെ എത്തിക്കാനുള്ള ശ്രമമാണ് കലാമേഖലയിൽ നടക്കേണ്ടതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ K. ബിനുമോൾ പറഞ്ഞു. വ്യത്യസ്തമായ രീതിയിൽ കുഞ്ഞുങ്ങളെ സംഘടിപ്പിക്കുന്നുണ്ട്, വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുന്നു, യുവാക്കളെ സംഘടിപ്പിക്കുന്നു, സ്ത്രീകളെ സംഘടിപ്പിക്കുന്നു. ഒട്ടനവധി സംഘടനാപരമായ ദൗത്യങ്ങൾ അതാത് സംഘടനയ്ക്ക് അനുസരിച്ചുകൊണ്ട് ഓരോരുത്തരും ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായി കലയെ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യരെയും കൂട്ടിവരിപ്പിക്കാനുള്ള ഇടമാണ്. അപ്പോൾ അതിലെല്ലാവരും ഉണ്ട്. സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, അല്ലേ? ഇവിടെ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് ഒരു ജനാധിപത്യ രീതിയിൽ കാണാനും കേൾക്കാനൊക്കെ ഉള്ള അവസരങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഫിലിം സൊസൈറ്റി അത് കൃത്യമായിട്ട് അവരുടെ ഡയലോഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. 2 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ ചിത്രനിർമ്മാണം, രചന, സംഗീതം, സംവിധാനം, അഭിനയം, സംഗീതം തുടങ്ങിയ മേഖലകളിൽ പരിശീലനവും സംവാദവും നടക്കും. ചെറുചിത്ര നിർമ്മാണത്തിന് സാമ്പത്തിക സഹായവും മികവ് തെളിയിക്കുന്നവർക്ക് അവസരവും ഒരുക്കും. ഇന്ത്യൻ ഷോർട്ട് ഫിലിം സൊസൈറ്റി പാലക്കാട് ചാപ്റ്റർ സംഘടിപ്പിച്ച പരിശീലന കളരിയിൽ പാലക്കാട് ചാപ്റ്റർ പ്രസിഡന്റ് K. പ്രതീഷ് ചന്ദ്രൻ അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് സുരേഷ് സെബാസ്റ്റ്യൻ, ജോയിന്റ് സെക്രട്ടറി ഷമീർ അലി, വർക്കിംഗ് ജനറൽ സെക്രട്ടറി ഉഷ, രമണി ടീച്ചർ, അശ്വതി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സ്വന്തം വാസസ്ഥലം നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാനായി തന്റെ സ്ഥലം വിട്ടു നൽകാൻ സന്നദ്ധ അറിയിച്ച് ചേലക്കര സ്വദേശി ജോസഫ്. ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ പുലാക്കോട് സ്വദേശിയായ ജോസഫ് തന്റെ അധീനതയിലുള്ള 15 സെന്റോളം സ്ഥലമാണ് ദുരന്തത്തെ തുടർന്ന് വാസസ്ഥലം നഷ്ടപ്പെട്ടവർക്കായി നൽകാൻ സന്നദ്ധ അറിയിച്ചത്. ദുരന്തഭൂമിയിൽ സ്വന്തം പാർപ്പിടം പോലും നഷ്ടപ്പെട്ട് അതിജീവനത്തിനായി പോരാടുന്നവരെ താൻ ജീവിക്കുന്ന ഗ്രാമഭംഗിയുള്ള ചുറ്റുപാടിലേക്ക് ക്ഷണിക്കുക കൂടിയാണ് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളി കൂടിയായ ജോസഫ്. ഇത് ഞാൻ TV യിൽ കണ്ട് വളരെ അധികം വിഷമിച്ചു. പക്ഷേ അവരുടെ ആ അവസ്ഥയ്ക്ക് നമ്മൾക്ക് ചെയ്യാവുന്ന ഒരു എളിയ സംഭാവന അത് 3 കൂട്ടർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ കാരണം വേറൊന്നുമല്ല. ഇത് ഒറ്റപ്പെട്ടവർ വരുന്നുണ്ട്. അവർ ഒരു ഏരിയയിൽ നിന്ന് 3 കൂട്ടർ വരികയാണെങ്കിൽ അവർക്കൊരു ഒന്നിച്ച് നിൽക്കാൻ, അവർക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള ഇതുണ്ടല്ലോ. നമ്മളിവിടെ ഒരാൾ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് നമ്മളുമായിട്ട് വലിയ ബന്ധമില്ല. അപ്പോൾ ആ സ്ഥിതിക്ക് അവർക്ക് ഒന്നിച്ച് നിൽക്കാനൊരു ഇത്. പക്ഷേ ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴിയിലൊരു ചെറിയ ബുദ്ധിമുട്ടേ ഉള്ളൂ. വെള്ളമുണ്ട്, കറണ്ടുണ്ട്. വഴിയൊരു 200 മീറ്റർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് ക്ലിയറായി. പ്രധാന വാർത്തകൾ വീണ്ടും. മലമ്പുഴ ഡാം തുറന്നു. ഡാമിലെ 4 ഷട്ടറുകൾ 3 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത്. നടപടി റൂൾ കർവ് അനുസരിച്ച് ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി. മുക്കൈ, കൽപ്പാത്തി, ഭാരതപ്പുഴ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം.
ഒറ്റപ്പാലം നഗരസഭയിലെ വരോട് 4-ാം മൈലിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ക്വാറിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് CPM പ്രതിഷേധം. പ്രതിഷേധ ധർണ CPM വരോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. ക്വാറി പ്രവർത്തനം അവസാനിപ്പിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് മുന്നറിയിപ്പുമായി പ്രവർത്തകർ. തൃശൂർ ജില്ലയിലെ പൂട്ടിക്കിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിവന്ന പ്രതി അറസ്റ്റിൽ. പിടിയിലായത് പുതുക്കാട് സ്വദേശി 40 വയസ്സുള്ള വിനോദ്. പ്രതിക്കെതിരെ തൃശൂർ, എറണാകുളം ജില്ലകളിലെ വിവിധ സ്റ്റേഷനുകളിലായി ഉള്ളത് 10-ലധികം കേസുകൾ. തൃശൂർ ആമ്പലൂർ ഭുവനേശ്വരി നമ്പൂരിച്ചൻ ക്ഷേത്രത്തിൽ മോഷണം. 50,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ഭാരവാഹികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.